എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഉപവാസ പ്രാർത്ഥനയുടെ 2-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. 10 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം കർത്താവ് പണിതിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങളിൽ നിങ്ങളെത്തും. പ്രത്യേകിച്ച് കുട്ടികളുടെ അവധി സമയം കൂടി ആയതുകൊണ്ട് ഒരു ആഴമേറിയ ദൈവവചന നിശ്ചയബോധ്യത്തിലേക്ക് എല്ലാവരും വരുന്ന ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ 10:30 ആരംഭിച്ചാൽ 1:30, കൂടി വന്നാൽ 2 മണി. അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റി മറിച്ചിരിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആരും നമ്മുടെ പ്രയാസങ്ങൾ അറിയാൻ ആഗ്രഹിക്കാറില്ല. എന്നാൽ എല്ലാവരും നമ്മുടെ സന്തോഷം എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കാറുണ്ട്. ഇന്നത്തെ ഒരു പ്രത്യേക ചിന്തയാണത്. ആരും നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാൻ നമ്മൾ വളരെ വിഷമിച്ചിരിക്കുന്നു. ആരും അങ്ങനെ അധികം അടുത്തോട്ട് വരില്ല. കുറച്ച് പേര് മാത്രമേ വരൂ. എന്നാൽ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഇത്ര സന്തോഷ വ്യക്തിയായിട്ട് തീരുന്നത്. അത് മറ്റുള്ളവർ അറിയാൻ ആഗ്രഹിക്കും. അതുകൊണ്ട് ഒരു സത്യം അതിൽ നിന്ന് മനസ്സിലാക്കണം. പ്രശ്നങ്ങളെ ആർക്കും അറിയേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവരും പ്രശ്നങ്ങളിലാണ്. എന്നാൽ പ്രശ്നങ്ങളിൽ സന്തോഷിക്കുന്നത് എന്താണ്, അത് മറ്റുള്ളവർക്ക് അറിയണം. അതാണ് അപ്പോസ്തല പ്രവൃത്തി 16 പൗലോസും ശീലാസും ജയിലിൽ കിടന്ന് ആ വലിയ തടവറയിൽ കിടന്ന് പാടിയപ്പോൾ അവിടെ വായിക്കുന്നു, തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. എല്ലാവർക്കും അറിയേണ്ടത്, ദുഃഖങ്ങളിലും മുറിവുകളിലും ഒറ്റപ്പെടലുകളിലും തടവറകളിലും എങ്ങനെ ചിരിക്കുന്നു, എങ്ങനെ ഇവർക്കിത് കഴിയുന്നു. ആ തടവറകളിലുള്ളവർ ജയില് കുലുങ്ങി വാതിലുകളെല്ലാം തുറന്നിട്ടും ഒരെണ്ണം പോലും ഓടിപ്പോയില്ല. എല്ലാവരും ക്രിമിനൽ കേസിലെ പ്രതികളാണ്. മരണ അല്ലെങ്കിൽ തൂക്കിക്കൊല്ലാൻ, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ കൊന്നുകളയാൻ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടിരിക്കുന്ന ഒരു കഠിന ജയിലാണ്. ഒരെണ്ണം പുറത്തു വരാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ജയിലിൻ്റെ എല്ലാ വാതിലും തുറന്നാൽ എല്ലാവരും തന്നെ ഓടിപ്പോകണ്ടേ? ജയില് ചാട്ടത്തിന് വേണ്ടി എന്തെല്ലാം പരിപാടിയാണ് ഓരോരുത്തർ ചെയ്യുന്നത്. ജയിലിൻ്റെ അകത്തിലൂടെ തറ കുഴിച്ച് ഭൂമിയുടെ അടിയിലൂടെ ഒരാൾക്ക് കഷ്ടിച്ചെഴഞ്ഞു പോകാവുന്ന ചെറിയ ദ്വാരങ്ങളുണ്ടാക്കി എലി കടക്കുന്നത് പോലെ കടന്നു പോകാൻ വരെ മനുഷ്യന് ധൈര്യമാണ്. ഞാനതൊക്കെ വായിച്ചപ്പോൾ ശ്വാസം മുട്ടിപ്പോയി. ദൈവം, എങ്ങനെ ഇവർക്ക് ഇതിലൂടെ പോകാൻ പറ്റി? അത് പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു കണ്ണിലിരുട്ട് കയറിയ പോലെ തോന്നി. രക്ഷപ്പെടാൻ വേണ്ടി, ഒരു ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന ശ്രമം അതാണ്. എന്നാൽ ഇതെല്ലാം ഉള്ളപ്പോൾ ഇവരാരും ഓടിപ്പോകുന്നില്ല. അവർക്കൊരു സുവർണാവസരം കിട്ടി. അവരാരും ഓടിപ്പോയില്ല. ആ ജയിലിൻ്റെ അധികാരി എല്ലാവരും ഓടിപ്പോയി കാണുമെന്ന് വിചാരിച്ച് സ്വയം കൊല്ലുവാൻ വാളെടുത്തു. കാരണം അദ്ദേഹത്തെ കൊന്നുകളയും, ഗവൺമെൻറ് അദ്ദേഹത്തെ കൊന്നുകളയും, ആ കാലഘട്ടത്തിലുള്ള രാജഭരണം അദ്ദേഹത്തെ കൊന്നുകളയും. എന്നാൽ പൗലോസ് വിളിച്ചു പറഞ്ഞു, നീ നിനക്ക് ഒരു ദോഷവും വരുത്തുകരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. ഒരു സന്തോഷമാണ്, വലിയ വേദനയുടെ നടുവിലെ വലിയൊരു സന്തോഷത്തിൻ്റെ പ്രകടനമാണ് ഈ ജയിലിലുള്ളവരെ പിടിച്ചു നിർത്തിയത്. പിന്നീട് വായിക്കുന്നു, ഈ ജയിലധികാരിയും സ്നാനപ്പെട്ട് കർത്താവിനെ അറിഞ്ഞതുകൊണ്ട് വീടടക്കം ആനന്ദിച്ചു എന്ന്. അപ്പോൾ ആനന്ദത്തിൻ്റെ രഹസ്യം രക്ഷയുടെ സന്തോഷമാണ്. രക്ഷയുടെ സന്തോഷം എല്ലാ തടവറകളെയും അതിജീവിക്കും, എല്ലാ രോഗങ്ങളെ അതിജീവിക്കും, എല്ലാ വേദനകളെ അതിജീവിക്കും, എല്ലാ വിഷമങ്ങളെ അതിജീവിക്കും. ഈ സത്യം നമ്മൾ അറിയണം. രക്ഷയുടെ സന്തോഷത്തെ
കീഴടക്കാൻ കഴിയുന്ന വിഷാദങ്ങളില്ല, ദുഃഖങ്ങളില്ല. നമുക്കൊന്ന് റോമാലേഖനത്തിലേക്ക് വരാം. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 20 മുതൽ, അധ്യായം തീരാൻ ഇനി നമുക്ക് 3-4 വാക്യങ്ങളേ ഉള്ളൂ. നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. അതായത് പൗലോസ് പറയാണ്, നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നപ്പോൾ നീതി എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. നീതിമാന്മാരല്ല, നീതിക്കടിമയല്ല. കാരണം പാപത്തിന് ദാസന്മാരാണ്. ഒന്നുകിൽ പാപത്തിൻ്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിയുടെ ദാസന്മാർ. 2 ദാസന്മാർ ഇന്ന് ഭൂമിയിലുണ്ട്. കൊടിവെച്ച കാറിൽ പോയാലും യേശുവിനെ സ്വീകരിക്കാത്തവർ പാപത്തിൻ്റെ ദാസന്മാരാണ്. ലോകം മുഴുവനും സ്വന്തമാക്കിയാലും യേശുവിനെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവർ പാപത്തിൻ്റെ ദാസന്മാരാണ്. എന്നാൽ ഈ ലോകത്തിൽ 1 സെന്റ് ഭൂമി പോലും ഭൂമിയിലില്ലെങ്കിലും, കഴിക്കാൻ ഭക്ഷണമില്ലെങ്കിലും യേശുവിനെ സ്വീകരിച്ചവരാണോ നിങ്ങൾ നീതിക്ക് ദാസന്മാരാണ്. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചവരാണ്. പണം കൊണ്ട്, കഴിവുകൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല. ക്രിസ്തു നമ്മെ സ്വതന്ത്രമാക്കുമ്പോൾ നമ്മൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു. യേശു ക്രിസ്തുവിലുള്ള ആശ്രയമാണ് നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ നമ്മൾ വായിച്ചത്, നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നല്ലോ. അതായത് നിങ്ങൾ പരാജിതരായിരുന്നുവല്ലോ. നീതിയുമായിട്ട് നിങ്ങൾക്ക് ബന്ധമില്ല. യേശുക്രിസ്തുവിൻ്റെ സഭയുമായിട്ട് നിങ്ങൾക്ക് ബന്ധമില്ല. കർത്താവിൻ്റെ മേശയുമായിട്ട് നിങ്ങൾക്ക് യാതൊരു പങ്കാളിത്തവുമില്ല. പരിശുദ്ധാത്മാവുമായിട്ട് യാതൊരു കൂട്ടായ്മയുമില്ല. അപ്പോസ്തലന്മാർ പറഞ്ഞതുപോലെ, ഞങ്ങൾക്ക് കൂട്ടായ്മയുള്ളത് പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാണ്. നീതിക്ക് ദാസന്മാരായി തീരുമ്പോഴാണ് പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും ദൈവദൂതന്മാരോടൊക്കെ നമുക്ക് കൂട്ടായ്മയുള്ളത്. നീതിക്ക് ദാസന്മാരായി മാറുന്നവർ, അവരുടെ അടുക്കൽ ദൂതന്മാർ കയറും ഇറങ്ങും. യാക്കോബിന്റെ അടുക്കൽ ദൂതന്മാർ കയറിയതുപോലെ ഇറങ്ങിയതുപോലെ യേശു നഥനയേലിനോട് പറഞ്ഞു, മനുഷ്യന്റെ പുത്രന്റെ അടുക്കൽ നിന്ന് ദൂതന്മാർ കയറും ഇറങ്ങും. കാരണം യേശുവിനെ ശുശ്രൂഷ ചെയ്യാൻ ദൂതന്മാർ വരും പോകുമെന്നാണ് യേശു ഉദ്ദേശിച്ചത്. എന്താണ്? നീതിക്ക് ദാസനായിരിക്കുന്ന യേശു. അതിൻ്റെ അർത്ഥം പാപത്തിൽ ദാസനല്ല. നീതിമാൻ പന പോലെ തഴയ്ക്കും. ദുഷ്ടന്മാരുടെ ഭാവി നാശകരമാണ്. ദുഷ്ടന്മാർക്ക് ഭാവിയില്ല. ദുഷ്ടന്മാർക്ക് അന്ത്യം അതിമഹത്തല്ല. ദുഷ്ടന്മാരെന്ന് പറഞ്ഞാൽ ഈവിൾ മാൻ എന്നാണ് ബൈബിളിൽ അതിൻ്റെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. മലയാളത്തിൽ ദുഷ്ടന്മാരെന്ന് ഇത്തിരി കട്ടിയായിട്ട് പറഞ്ഞു. ദൈവമില്ലാത്തവൻ, ഈവിൾ മാൻ. അതുകൊണ്ട് 1-ാം സങ്കീർത്തനത്തിൽ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം ദൈവമില്ലാത്തവൻ്റെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. 3 ദൈവമില്ലാത്തവരുടെ കൂട്ടായ്മ. എന്നാൽ ദൈവമുള്ളവരുടെ കൂട്ടായ്മ ആറ്ററമ്പത്ത് നട്ടിരിക്കുന്ന, തക്കകാലത്ത് ഫലം കായ്ക്കുന്ന, ഇലവാടാത്ത വൃക്ഷം പോലെ ഇലയെപ്പോഴും പച്ചയായിരിക്കുന്നതും തൊടുന്നതൊക്കെ സക്സസ് ആകുന്നതും നീതിമാനെ കുറിച്ചാണ്. ദുഷ്ടന്മാരെ കുറിച്ച് സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ വാക്കുകൾ പറയുന്നു. പിന്നീട് നീതിമാനെ കുറിച്ച് പറയുന്നു. ഏറ്റൊടുവിൽ പറയുന്നു, ദുഷ്ടന്മാർ കാറ്റ് പാറ്റുന്ന പതിർ പോലെയാണ്. അങ്ങനെയുള്ളവർ നീതിമാന്മാരുടെ സഭയിൽ നിവർന്നു നിൽക്കുകയില്ല. അപ്പൊ നീതിയും ദുഷ്ടതയും. അപ്പൊ ദുഷ്ടതയ്ക്ക് അടിമത്തമുള്ളവരുണ്ട്, നീതിക്ക് അടിമകളായവരുമുണ്ട്. 1-ാം സങ്കീർത്തനം മാത്രം മതി. ദുഷ്ടതയ്ക്ക് അടിമകളായവർ കാറ്റ് പാറ്റുന്ന പതിര് പോലെയാണ്. ഒരു ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല. നീതിമാൻ ആറ്ററമ്പത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെയാണ്. തക്ക
തക്ക സമയത്ത് ഫലം കായ്ക്കും. തൊടുന്നതെല്ലാം സക്സസ് ആകും. നിങ്ങൾ പറ, നീതിയോടെ ജീവിക്കണമോ? കാറ്റ് പാറ്റുന്ന പതിര് പോലെ ഈ ലോകത്തിൽ ലക്ഷ്യബോധമില്ലാതെ പാപത്തിന് വേണ്ടി ജീവിക്കണമോ? കൂട്ടുകാർ വിളിക്കുമ്പോൾ അതിൻ്റെ പുറകെ പോവും. ബീച്ചിൽ പോയി അവരുടെ കൂടെ ഇരിക്കും. മയക്കുമരുന്നും മദ്യത്തിനും അടിമകളായി ജീവിക്കും. തെറ്റായ ബന്ധങ്ങളിൽപ്പെട്ട് അപ്പനും അമ്മയും കരയിപ്പിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടും. കല്യാണപ്രായം ആകും മുമ്പേ ഗർഭം ധരിക്കും. ഏത് വേണം തീരുമാനിക്കാൻ അവരവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ദൈവം ആരെയും വഴിയിൽ തടയില്ല. ഒരു പാസ്റ്ററായ ഞാൻ ഇന്നൊരു പാപത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ പരിശുദ്ധാത്മാവ് വേണ്ട എന്ന് ഒരു ഇൻഫ്ലുവൻസ് തരും എന്നല്ലാതെ, ഉള്ളിലൊരു ബോധ്യം തരുമെന്നല്ലാതെ വഴിയിൽ തടയില്ല. ബിലെയാമിനെ ഒരു ദൈവദൂതൻ വഴിയിൽ തടഞ്ഞതുപോലെ നിങ്ങളെ പാപം ചെയ്യാൻ പോകുമ്പോൾ വഴിയിൽ തടയുമെന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മളെടുക്കണ തീരുമാനമാണ്. ഇല്ല, ഞാൻ പാപം ചെയ്യില്ല. ഞാൻ എൻ്റെ കണ്ണുമായിട്ട് ഒരു നിയമം, എൻ്റെ അവയവങ്ങളുമായി ഒരു നിയമം. കഴിഞ്ഞ എപ്പിസോഡിൽ അത് പറഞ്ഞതാണ്. ഞാൻ പാപം ചെയ്യില്ല. ഞാൻ സ്ട്രോങ് തീരുമാനമെടുത്തിരിക്കുകയാണ്. ഞാൻ പാപം ചെയ്യില്ല. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ ഒരു കൂട്ടായ്മയില്ലെന്ന്, ഇരുട്ടിന് വെളിച്ചത്തോട് ഒരു കൂട്ടായ്മയില്ലെന്ന്. നാം വെളിച്ചത്തിൻ്റെ മക്കളാണ്. സ്ട്രോങ് നിലപാടാണ്. ഒരു വിശ്വാസി വലിയ തീരുമാനമാണ്. ദാനിയേൽ പറയണ, ഞാൻ ഈ പണിക്കില്ല. ഞാൻ വിഗ്രഹത്തെ സേവിക്കില്ലെന്ന് മാത്രമല്ല, വിഗ്രഹത്തിന് അർപ്പിച്ചത് ഞാൻ രുചിക്കില്ല. ആ ഒരു തീരുമാനം അവനെ 4 രാജാക്കന്മാരുടെ കാലത്ത് ശ്രേഷ്ഠനാക്കി മാറ്റി. 4 രാജാക്കന്മാരുടെ കാലം. നെബൂഖദ്നേസർ, ബേൽഷസർ, ദാര്യാവേശ്, അതുകൂടാതെ കോരശ്. 4 രാജാക്കന്മാരുടെ കാലത്ത് രാജകീയമായി ജീവിച്ച ഒരു ദാനിയേലിൻ്റെ വിജയത്തിൻ്റെ കാരണം അവനെടുത്ത ഉറച്ച നിലപാടാണ്. ആ വാക്യം എങ്ങനെയാണ്? നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രമായിരുന്നല്ലോ. എന്നാൽ ദാനിയേൽ നീതിയിൽ ജീവിച്ചവനാണ്. പാപത്തിൽ അടിമയല്ല, പാപത്തിൻ്റെ ദാസനല്ല, നീതിക്ക് ദാസനാണ്. ഞാനിവിടെ അവസാനിപ്പിക്കാം. അടുത്ത വാക്യങ്ങൾ അടുത്ത ദിവസം നമുക്ക് പറയണം. ഇന്ന് 20ാമത്തെ വാക്യത്തിൽ നമ്മൾ അവസാനിപ്പിക്കും. വീണ്ടും നമുക്ക് ധ്യാനിക്കണം. ഓരോ വാക്യത്തിൻ്റെയും ജീവൻ നമുക്ക് പ്രാപിക്കണം. നിങ്ങൾ കേട്ട വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. വചനം കേൾക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം നിങ്ങളിൽ മാറ്റം വരുമെന്ന്. നിങ്ങൾ കേട്ട വചനം നിങ്ങളെ മാറ്റും. അതാണ് യേശു യോഹന്നാൻ 15 പറഞ്ഞത്. നിങ്ങൾ കേട്ട വചന നിമിത്തം. കേട്ടില്ലേ? ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഞാൻ ഉറപ്പോടെ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു. ദൈവവചനം കേൾക്കാൻ നിങ്ങൾ കാണിച്ച മനസ്സില്ലേ? നിങ്ങളൊരു കൂട്ടായ്മയിൽ വരുന്നില്ലേ? നിങ്ങൾ ദൈവസ്ഥനിൽ ഇരുന്നില്ലേ? അതിനൊരു റിസൾട്ടുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഈ വചനം കേട്ട, ഓരോ ദിവസവും കേട്ട്, ജീസസ് എവരിടെ ആത്മാർത്ഥമായി കേട്ട് ജീവിതത്തിൽ മാറ്റങ്ങൾക്കായി ജീവിതം സമർപ്പിച്ചവരെ ഞാൻ അനുഗ്രഹിക്കും. ഇവർ കേൾക്കുന്ന വചനം ഇവരെ മാറ്റിമറിക്കട്ടെ, കൃപ കൊണ്ട് നിറക്കട്ടെ, ശക്തിയുള്ളവരാക്കട്ടെ. നീതിമാൻ എന്ന പദവിയിൽ ഉറച്ച നിലപാടുകളെടുത്ത് സത്യം ചെയ്തിട്ടും ഛേദം വന്നാലും മാറാത്തവനെന്ന ഉറച്ച നിലപാടിൽ നിലനിന്ന് ആറ്ററമ്പത്ത് നട്ടിരിക്കുന്ന തക്കകാലത്ത് ഫലം കായ്ക്കുന്ന ഇലവാടാത്ത വൃക്ഷം പോലെ ഉറച്ച നിലപാടിൽ തൊടുന്നതെല്ലാം ജയമായി മാറാൻ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. കർത്താവരോട് കൂടി ഇരിക്കണം. യേശുവിൻ നാമത്തിൽ ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രാർത്ഥനയും 10 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയറും നിങ്ങളെ ആദ്യമുടി മാറ്റിക്കളയും. ഒരു ദിവസം പോലും നഷ്ടപ്പെടാതെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കാം.
ഇന്ന് 2ാം ദിവസമാണ് ഉപവാസ പ്രാർത്ഥനയുടെ. നാളെയുമുണ്ട്, ഞായറാഴ്ച നമുക്ക് സഭായോഗമുണ്ട്, പിന്നീട് ഒരാഴ്ച കൂടി നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുണ്ട്. 10 ദിവസവും ഇരിക്കാൻ കഴിയാത്തവർ വരുന്ന ആഴ്ച മുതൽ, തിങ്കളാഴ്ച മുതൽ നിങ്ങൾക്ക് ആ പ്രാർത്ഥനയിൽ ഇരിക്കുവാൻ ഒരു തീരുമാനമെടുക്കണം. ഈ പ്രാർത്ഥന ഒരു കോഴ്സ് പോലെയാണ്. ജീവിതം അടിപൊളി മാറ്റുവാൻ ദൈവം തരുന്ന വചനങ്ങളെ നമുക്ക് പ്രാപിക്കാം. ഗോഡ് ബ്ലസ് യു. മണ്ണീർത്തോടിന് കാക്ഷിക്കും പോലെൻ്റെ ഉള്ളം വാഞ്ചിക്കുന്നു. എൻ ഹൃദയത്തിനുന്മേഷമാകും നിന്നെ ആരാധിക്കുന്നു. മണ്ണീർത്തോടിന് കാക്ഷിക്കും പോലെൻ്റെ ഉള്ളം വാഞ്ചിക്കുന്നു. എൻ ഹൃദയത്തിനുന്മേഷമാകും നിന്നെ ആരാധിക്കുന്നു. നീ എൻ്റെ കോട്ടയുമെൻ ബലവും, എന്നുള്ളം നിനക്കായി വാഞ്ചിക്കുന്നു. നീ എൻ്റെ കോട്ടയുമെൻ ബലവും, എന്നുള്ളം നിനക്കായി വാഞ്ചിക്കുന്നു. എൻ ഹൃദയത്തിനുന്മേഷമാകും നിന്നെ ആരാധിക്കുന്നു. എൻ ഹൃദയത്തിനുന്മേഷമാകും നിന്നെ ആരാധിക്കുന്നു. മണ്ണീർത്തോടിന് മണ്ണീർത്തോടിന് കാക്ഷിക്കും പോലെൻ്റെ ഉള്ളം വാഞ്ചിക്കുന്നു. എൻ ഹൃദയത്തിനുന്മേഷമാകും നിന്നെ ആരാധിക്കുന്നു. മണ്ണീർത്തോടിന് കാക്ഷിക്കും പോലെൻ്റെ ഉള്ളം വാഞ്ചിക്കുന്നു. എൻ ഹൃദയത്തിനുന്മേഷമാകും നിന്നെ ആരാധിക്കുന്നു. നീ എൻ്റെ കോട്ടയും എൻ ബലവും, എന്നുള്ളം നിനക്കായി വാഞ്ചിക്കുന്നു. നീ എൻ്റെ കോട്ടയുമെൻ ബലവും, എന്നുള്ളം നിനക്കായി വാഞ്ചിക്കുന്നു. എൻ ഹൃദയത്തിനുന്മേഷമാകും നിന്നെ ആരാധിക്കുന്നു. എൻ ഹൃദയത്തിനുന്മേഷമാകും നിന്നെ ആരാധിക്കുന്നു. നീ എൻ സഹോദരൻ, നീ എൻ സഹോദരൻ, കൂട്ടാളിയും നീ രാജാവായിരിക്കെ. വാഞ്ചിക്കുന്നു അങ്ങേ
കർത്താവേ. നീ സോദരനും കൂട്ടാളിയും നീ രാജാവായിരിക്കെ. വാഞ്ചിക്കുന്നു അങ്ങേറ്റവും അധികമായി മറ്റാരിലും. നീ എന്റെ കോട്ടയും ബലവും. എന്നുള്ളം നിനക്കായി വാഞ്ചിക്കുന്നു. യേശുവേ, നീ എന്റെ കോട്ടയും ബലവും. എന്നുള്ളം നിനക്കായി. യേശുവേ, നീ എന്റെ കോട്ടയും ബലവും. എന്നുള്ളം നിനക്കായി വാഞ്ചിക്കുന്നു. നീ എന്റെ കോട്ടയും ബലവും. എന്നുള്ളം നിനക്കായി വാഞ്ചിക്കുന്നു. ഹൃദയത്തിനുന്മേഷമാകും നിന്നെ ആരാധിക്കുന്നു. ഹൃദയത്തിനുന്മേഷമാകും നിന്നെ ആരാധിക്കുന്നു. വാഞ്ചിക്കുന്നു, വാഞ്ചിക്കുന്നു അങ്ങേറ്റവും അധികമായി മറ്റാരിലും. യേശുവിനോട് പാടിയട്ടെ. വാഞ്ചിക്കുന്നു അങ്ങേറ്റവും അധികമായി മറ്റാരിലും. യേശുവേ, വാഞ്ചിക്കുന്നു അങ്ങേറ്റവും അധികമായി മറ്റാരിലും. വാഞ്ചിക്കുന്നു, വാഞ്ചിക്കുന്നു അങ്ങേറ്റവും അധികമായി മറ്റാരിലും. നീ എന്റെ കോട്ടയും ബലവും. എന്നുള്ളം നിനക്കായി വാഞ്ചിക്കുന്നു. നീ എന്റെ കോട്ടയും ബലവും. എന്നുള്ളം. യേശുവേ, അങ്ങേയ്ക്കായി വാഞ്ചിക്കുന്നു, അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. നീ എന്റെ കോട്ടയും ബലവും. എന്നുള്ളം നിനക്കായി. അങ്ങന്റെ കോട്ട. നീ എന്റെ കോട്ടയും ബലവും. എന്നുള്ളം നിനക്കായി വാഞ്ചിക്കുന്നു. ഹൃദയത്തിനുന്മേഷമാകും നിന്നെ ആരാധിക്കുന്നു. യേശുവേ,